ഹലോ ഗൈസ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ മഹാലക്ഷ്മി ഇന്നത്തെ ഒരു എപ്പിസോഡിലുണ്ടല്ലോ, നമ്മുടെ കരുണയുടെ വീടാട്ടോ കാണിക്കുക. നമ്മുടെ പ്രതാപനും നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ മോഹിനിയമ്മയും മുന്നോട്ട്. അപ്പൊ നമ്മുടെ പ്രതാപൻ കാര്യങ്ങൾ അറിഞ്ഞു, നമ്മുടെ കരുണ വഴി അറിഞ്ഞു നമ്മുടെ മഹാലക്ഷ്മി അവിടെ തിരിച്ചെത്തിയ വിവരം. അപ്പൊ തന്നെ ഭയങ്കരമായിട്ട് മൂഡ് ഔട്ടായി. നമ്മുടെ മുത്തശ്ശിയും ഭയങ്കര സങ്കടത്തിലായി. ഇപ്പൊ നമ്മുടെ മോഹിനിയമ്മ എന്ന് പറയുന്നുണ്ട്, എന്റെ മോളെ ദൈവത്തിനറിയാം, ദൈവമായിട്ട് അവൾക്ക് ഒരു ശിക്ഷയും വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മോഹിനി രണ്ട് ഡയലോഗ് വന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇവക്കൊന്ന് ഒളിച്ചോടി പൊയ്ക്കൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലാട്ടോ. അപ്പുറത്ത് എല്ലാവരും ഭയങ്കര സങ്കടത്തിലാട്ടോ. അപ്പോഴാണ് നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണന് വേണ്ടിയുള്ള മരുന്നുകൾ ഇടിച്ചു പിഴിയുവാട്ടോ. കുറെ ആ ഒരു വേരുകളൊക്കെ നമ്മുടെ വൈദ്യം കൊടുത്തു വിട്ടിട്ടുണ്ടാവും, അതൊക്കെ ഇടിച്ചു പിഴിഞ്ഞ് നീരാകും കേട്ടോ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഒന്ന് സഹിക്കാൻ പറ്റാത്ത നമ്മുടെ ദുർഗാമ്മയും മഞ്ജുവും കൂടെ ഒന്ന് കുറെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദുർഗാമ്മ പറയുന്നുണ്ട്, നീ എന്റെ മോനെ എന്തൊക്കെ ഇടിച്ചു പിഴിഞ്ഞാടി കൊടുക്കാൻ പോകുന്നത്, അവന്റെ മോളോട്ടുള്ള ഇതും കൂടി ശേഷിയും കൂടി നീ കളഞ്ഞെടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മിയോട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അങ്ങനെ, നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, എന്റെ ഭർത്താവിന് എന്നെ വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി തിരിച്ചു ഡയലോഗും പറയുന്നുണ്ട്. നിങ്ങൾ നല്ലവരാണെങ്കിൽ കണ്ണേട്ടൻ എണീറ്റ് നടക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താതെ തിരികെ പോകുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ദുർഗാമ്മയും മഞ്ജുവും കൂടെ അവിടെ നിന്ന് പിന്നെ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഈ ഒരു മരുന്നൊക്കെ ഇട്ട് നമ്മുടെ കണ്ണന്റെ അടുക്കൽ ചെന്നിട്ട് കണ്ണനെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കും. അപ്പൊ കണ്ണനെ ആദ്യം ഈ മരുന്ന് കൊടുക്കുമ്പോൾ കണ്ണൻ പറയും, എന്നോട് മിണ്ടാത്തവരെനിക്ക് മരുന്ന് തരണ്ട, ഞാൻ കുടിക്കത്തുമില്ല എന്ന് പറയും. നമ്മുടെ കണ്ണനും നമ്മുടെ മഹാലക്ഷ്മി തമ്മിൽ ചെറിയൊരു വഴക്കിലാകുന്നുള്ളൂ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയും, അന്നേട്ടൻ പിന്നെ എന്തിനാ എന്റെ അടുത്ത് അത്രയും ദേഷ്യപ്പെട്ട്, എനിക്ക് ഭയങ്കര സങ്കടമായി അതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പരസ്പരം ഒക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സോൾവ് ആക്കുന്നുണ്ട്. അതിനുശേഷം കണ്ണൻ ഈ മരുന്ന് കുടിക്കുമ്പോൾ ഭയങ്കര കൈപ്പട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ട കയ്ക്കും, ഈ കയ്പ് പിന്നീട് ഒരു മധുരമായിട്ട് മാറും, നോക്കിക്കോ, എന്റെ അയ്യപ്പ സ്വാമി കണ്ണേട്ടനെ കാത്തോളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണേട്ടൻ അങ്ങോട്ട് ഊർജ്ജം കൊടുക്കും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കണ്ട സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നു കണ്ണേട്ടൻ, ആ കണ്ണേട്ടനെ തന്നെ എനിക്ക് വിവാഹം ചെയ്യാൻ പറ്റി. ഇനി അടുത്ത എന്റെ സ്വപ്നം ഈ വീൽ ചെയറിൽ നിന്നും എണീറ്റ് എന്റെ കയ്യും പിടിച്ച് നടക്കുന്ന കണ്ണേട്ടനാണ്, അതും അയ്യപ്പ സ്വാമി എനിക്ക് സാധിച്ചു തരും എന്നും പറഞ്ഞിട്ട് നമ്മുടെ കണ്ണേട്ടനെ കൊണ്ട് ആ മരുന്ന് കുടിപ്പിക്കും കേട്ടോ. അപ്പൊ കണ്ണന് ഭയങ്കര പ്രയാസമായിരുന്നു അത് കുടിക്കാൻ, ഭയങ്കര കട്ട കയ്പാണ് ആ മരുന്നിന് കേട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുടിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെ കേട്ടോ. ശേഷം ഈ കണ്ണേട്ടനാണ് എന്റെ ജീവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണനെ നമ്മുടെ മഹാലക്ഷ്മി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രംഗങ്ങളും തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ കരുണ ഭയങ്കര ദേഷ്യത്തിലും ഭയങ്കര ടെൻഷനിലും ആണ്. ഇനി എങ്ങാനും നമ്മുടെ കണ്ണനെങ്ങാനും എണീറ്റ് നടന്നാൽ പിന്നെ തീർന്നല്ലോ, മഹാലക്ഷ്മിക്ക് എല്ലാം കൊണ്ടും നല്ലൊരു കുടുംബജീവിതവും കിട്ടി, എല്ലാം കിട്ടുമല്ലോ. അപ്പൊ നമ്മുടെ കരുണയ്ക്ക് ഇതൊക്കെ ഓർത്തിട്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കൂടെ നമ്മുടെ ഉണ്ണിയും പറയുന്നുണ്ട്, ഓ അവര് തിരികെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അവർക്ക് അങ്ങോട്ട് ഒളിച്ചോടി പോയാൽ പോരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉണ്ണിയും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ദുർഗാമ്മ വന്ന് നമ്മുടെ കരുണയെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദുർഗാമ്മ ഇങ്ങനെ പെട്ടെന്ന് പറയുന്നുണ്ട്, അവനെങ്ങാനും നീറ്റ് നടന്ന പിന്നെ നമ്മൾ ഈ വീട് വിട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ കരുണ, നമ്മളെന്തിനാ ഈ വീട് വിട്ട് പോകണം, ഓഹോ ഈ വീട് കണ്ണേട്ടന്റെ പേരിലാണല്ലേ, എന്റെ ഭർത്താവിന് ഒന്നും തന്നെ സ്വന്തമായിട്ടില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കരുണയ്ക്ക് അപ്പൊ ഏതാണ്ട് മനസ്സിലായി, കണ്ണന്റെയാണ് മുഴുവൻ സ്വത്തുക്കളും, ഇവർക്കൊന്നും ഒന്നുമില്ലാന്ന്. അപ്പൊ നമ്മുടെ കരുണയ്ക്ക് ആ ടെൻഷനും കൂടി ആയി, ഓ ഇനി ഇവിടുന്ന് പോയാൽ ഒരു സ്വത്ത് പോലും കിട്ടൂലല്ലോ എന്നുള്ളൊരു ടെൻഷനും കൂടി ആയിട്ടോ. പിന്നീട് നമ്മുടെ ദുർഗാമ്മ സമാധാനിപ്പിക്കുന്നുണ്ട്, പോട്ടെ മോളെ, അവന്റെ മരുന്നൊക്കെ ഇവിടെ വെച്ചല്ലേ കൊടുക്കുന്നത്, ആ ചികിത്സാ രീതിയൊക്കെ നമുക്ക് തെറ്റിക്കാവുന്നതേ ഉള്ളൂ, ഇനി അവനെ അവിടെ കിടത്തി ചികിത്സിക്കാൻ പോകുമ്പോൾ മാത്രം പിന്നെ നമ്മൾ ഭയന്നാ മതി എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മുടെ ദുർഗാമ്മയുടെ ഉദ്ദേശം എന്താണ്, ആ മരുന്നിൽ ഞാൻ വല്ല വിഷവും ചേർത്ത് കണ്ണനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ, അല്ലെങ്കിൽ കണ്ണൻ ആ ഒരു മരുന്നിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കണ്ണന്റെ ആ ഒരു മേൽപോട്ടുള്ള ഒരു ഇതും കൂടി പോയി കിട്ടുമോ എന്നൊക്കെയാട്ടോ ഇനി നമുക്ക് അറിയേണ്ടത് അല്ലെ. നിൽക്കുമ്പോ നമ്മുടെ ദുർഗാമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തോ തെറ്റിച്ച് മരുന്ന് കൊടുത്തിട്ട് ഐസിയുലൊക്കെ വരെ നമ്മുടെ കണ്ണൻ പോയിട്ടുണ്ടെന്നല്ലേ. അങ്ങനെ കണ്ണന്റെ ജീവന് തന്നെ ഇനി അപകടം ഉണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചെയ്തു കൂട്ടുമോ എന്നൊക്കെയായിട്ട് ഇനി നമുക്ക് കണ്ടറിയേണ്ടത് അല്ലെ. അപ്പൊ എന്തായാലും നമ്മുടെ കരുണയ്ക്ക് ഇപ്പൊ അയ്യപ്പ സ്വാമിനെ തൊട്ട് കളിക്കാൻ ഭയങ്കര പേടിയാട്ടോ. നമ്മുടെ ആ മഞ്ജു പറയുന്നുണ്ട്, നമുക്ക് ആ അയ്യപ്പ സ്വാമിനെ അടുത്ത് കളയാം, ചേച്ചി അത് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കരുണ പറയുന്നുണ്ട്, അയ്യോ ഇല്ല, അന്നൊരു ദിവസം കളഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ഞാനും ഉണ്ണിയേട്ടനും കൂടി വഴക്കുണ്ടായത്, ഇപ്പോൾ ദാ എന്റെ വയറ്റിലൊരു കുഞ്ഞും കൂടി ഉണ്ട്, ഇനി അയ്യപ്പ സ്വാമിയെ തൊട്ട് കളിച്ചാൽ ചിലപ്പോ എന്റെ കുഞ്ഞിനായിരിക്കും അതിന്റെ ആ ഒരു ഭവിഷ്യത്ത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ കരുണയ്ക്ക് ഇപ്പൊ പേടിയാണ് കേട്ടോ. സ്വന്തം കുഞ്ഞിന് എന്നുവെച്ചാൽ ചെയ്ത് കൂട്ടിയത് അത്രയ്ക്കാണെന്ന് ഇപ്പൊ കരുണയ്ക്ക് അറിയാം അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണും. ഇപ്പൊ അവസാനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ കണ്ണനെ എങ്ങനെ നശിപ്പിക്കാം എന്ന് നമ്മുടെ ദുർഗാമ്മയും മഞ്ജു നമ്മുടെ കരുണയും കൂടെ ഇങ്ങനെ നോക്കുന്നതാണ്. ആ മരുന്നിൽ എന്തൊക്കെ ചേർത്ത്, എന്തെങ്കിലും വിഷം ചേർത്ത് കണ്ണനെ ഇല്ലാതാക്കാനോ അങ്ങനത്തെ കുറച്ച് ചർച്ചകളാട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്തെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നോക്കാം അല്ലെ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.